നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ പ്രവാസികളെ ആകെ വലയിക്കുന്ന നയങ്ങളാണ് ഇപ്പോൾ പ്രവാസി ലോകം കൈക്കൊള്ളുന്നത്. ഏറ്റവും കൂടുതൽ ആശങ്ക നൽകിയ സ്വദേശവൽക്കരണം ഓരോ രാജ്യങ്ങളും കടുപ്പിക്കുകയാണ്. സൗദിക്ക് പിന്നാലെ ഇതാ രാജ്യത്ത് സ്വദേശവൽക്കരണം ശക്തമാക്കാനുള്ള നീക്കങ്ങളുമായി ഒമാൻ രംഗത്തെത്തിയിരിക്കുന്നു. ടെലികോം IT രംഗത്തെ ചില തസ്തികകൾ ആണ് സ്വദേശവൽക്കരണം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മേഖലകളെന്നാണ് സൂചന. സ്വകാര്യ സ്ഥാപനങ്ങളുടെ മാനേജർമാരുമായി ഒമാൻ തൊഴിൽ ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം ചർച്ച നടത്തിയെന്ന് ഒമാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ജോലി ചെയ്യുന്ന പ്രവാസികളെ മാറ്റി സ്വദേശികളെ നിയമിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് ചർച്ച നടത്തിവരുന്നത്. ഈ മേഖലയിൽ മുഴുവനായി സ്വദേശികളെ നിയമിക്കാനുള്ള തീരുമാനത്തെക്കുറിച്ചും ചർച്ചകൾ നടക്കുകയുണ്ടായി. ഇതുമൂലം നിരവധി പ്രവാസികൾക്കാണ് തങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നത്. ഇത്തരത്തിൽ വിവിധ ജോലികൾ സ്വദേശവൽക്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികൾ പരിഹാരം കണ്ടെത്തണം. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ കമ്പനിയിലെ മാനേജർമാർ ചർച്ച നടത്തണം. ഇതിനായി എല്ലാവരും സഹകരിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് നാസർ അൽ ഹുസ്നി വ്യക്തമാക്കി. ചില സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്വദേശികളെ നിയമിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. സ്വദേശികൾക്കുള്ളിൽ മത്സരബുദ്ധി വളർത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂവെന്നും അൽ ഹുസ്നി വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾക്കിടയിൽ 2020 കുവൈറ്റ് വിട്ടത് 1,34,000 പ്രവാസികളെന്ന റിപ്പോർട്ടുകൾ. ഇതിൽ പകുതിയും ഇന്ത്യക്കാരാണെന്നത് ഏറെ ഞെട്ടലോടെയാണ് പ്രവാസികൾ കേൾക്കുന്നത്. ഇതോടെ രാജ്യത്തെ മൊത്തം വിദേശികളുടെ എണ്ണം 4% കുറഞ്ഞിരിക്കുകയാണ്. 3.2 മില്യണിലെത്തിയതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. കുവൈറ്റ് വിട്ടവരിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ മൊത്തം 52% ഇന്ത്യക്കാർ കുവൈറ്റ് വിട്ടതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷന്റെ കണക്കുകൾ വ്യക്തമാക്കുകയാണ്. കുവൈറ്റ് ദിനപത്രമായ അൾട്രായ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2020 അവസാനത്തോടുകൂടി 98,270 ആയിരുന്ന ഇന്ത്യൻ സമൂഹത്തിൽ 69,592 ഇടിവാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് 2019 ഇത് 1.5 ലക്ഷമായിരുന്നു. ഇത്തരത്തിൽ യാത്രാ നിരോധനവും സ്വദേശവൽക്കരണം കടുപ്പിക്കുന്നതും പ്രവാസികളെ ആകെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇതുമൂലം നിരവധി പ്രവാസികളാണ് പ്രവാസം വിടാൻ തയ്യാറായിരിക്കുന്നത്. കൊറോണ വ്യാപനത്തിന് പിന്നാലെ നാട്ടിലെത്തിയ പ്രവാസികൾ ഇതുവരെ മടങ്ങാനായിട്ടില്ല. ഇതും പ്രവാസികളെ ആകെ വലയിക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.